നമസ്കാരം. ഒറ്റ നോട്ടത്തിൽ കറുത്ത എള്ളിനോട് സാമ്യമുള്ള ഒന്നാണ് കസ്കസ്. ഈ വിത്തുകൾക്ക് നമ്മുടെ ആരോഗ്യത്തിന് അത്ഭുതകരമായ പല മാറ്റങ്ങളും വരുത്താൻ കഴിയും. കസ്കസിന്റെ പ്രധാന ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും ഇതെങ്ങനെ ഉപയോഗിക്കാമെന്നും നോക്കാം. തുളസി വർഗത്തിൽപ്പെട്ട ഒരു സസ്യത്തിന്റെ വിത്താണ് കസ്കസ്. വെള്ളത്തിലിടുമ്പോൾ ജെല്ല് പോലെ വീർത്തുവരും എന്നതാണ് ഇതിന്റെ പ്രത്യേകത. ഇത് സ്വാഭാവികമായും തണുപ്പ് നൽകുന്ന ഒരു ഘടകമായി ഉപയോഗിക്കുന്നു. ചൂടുള്ള കാലാവസ്ഥയിൽ ശരീരം തണുപ്പിക്കാൻ കസ്കസ് വളരെ ഉത്തമമാണ്. ഇതിന് സ്വാഭാവികമായ കൂളിംഗ് ഇഫക്റ്റ് ഉണ്ട്. കരിക്ക്, നാരങ്ങ വെള്ളം, സർബത്ത് തുടങ്ങിയ പാനീയങ്ങളിൽ ചേർത്ത് കഴിക്കുന്നത് ഉന്മേഷം നൽകും. ഫൈബർ ധാരാളമായി അടങ്ങിയിട്ടുള്ളതിനാൽ ദഹനത്തിന് ഇത് വളരെ നല്ലതാണ്. മലബന്ധം, അസിഡിറ്റി, നെഞ്ചിരിച്ചൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആശ്വാസം നൽകാൻ ഇതിന് സാധിക്കും. രാവിലെ വെള്ളത്തിൽ കുതിർത്ത കസ്കസ് കഴിക്കുന്നത് ദഹന വ്യവസ്ഥയെ ശുദ്ധീകരിക്കാൻ സഹായിക്കും. നാരുകൾ ധാരാളം ഉള്ളതുകൊണ്ട് തന്നെ വയറ് നിറഞ്ഞതായി തോന്നിപ്പിക്കുകയും ഇത് അമിതമായി ഭക്ഷണം കഴിക്കുന്നത് തടയാൻ സഹായിക്കുകയും ചെയ്യുന്നു. കുറഞ്ഞ കലോറിയും ഉയർന്ന പോഷകങ്ങളും ഉള്ളതിനാൽ ശരീരഭാരം കുറയ്ക്കാൻ ശ്രമിക്കുന്നവർക്ക് ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ്. പ്രമേഹ രോഗികൾക്ക് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ കസ്കസ് സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ഭക്ഷണത്തിന് ശേഷം രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കൂടുന്നത് തടയാൻ ഇത് നല്ലതാണ്. ആന്റി ഓക്സിഡന്റുകൾ അടങ്ങിയിട്ടുള്ളതിനാൽ ചർമ്മത്തിന്റെ ആരോഗ്യത്തിനും ഇത് വളരെ നല്ലതാണ്. മുടിയുടെ വളർച്ചയ്ക്കും ഇത് സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ആർത്തവ സമയത്തെ വയറുവേദനയ്ക്കും മറ്റ് അസ്വസ്ഥതകൾക്കും ആശ്വാസം നൽകാൻ കസ്കസ് സഹായിക്കും. ഇതിന്റെ തണുപ്പിക്കാനുള്ള ഗുണം തന്നെയാണ് വേദന കുറയ്ക്കാൻ സഹായിക്കുന്നത്. ഇതെങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കാം. ഒരു ടേബിൾ സ്പൂൺ കസ്കസ് അര ഗ്ലാസ് വെള്ളത്തിൽ 15-20 മിനിറ്റ് കുതിർക്കാൻ വയ്ക്കുക. ഇത് ഏകദേശം ഇരട്ടിയിലധികം വലിപ്പത്തിൽ വീർത്തുവരും. നാരങ്ങ വെള്ളം, ജ്യൂസുകൾ, സർബത്ത്, ഷേക്കുകൾ എന്നിവയിൽ ചേർത്ത് ഉപയോഗിക്കാം. രാവിലെ ഓട്സ് കഴിക്കുമ്പോഴോ തൈരിൽ കലർത്തിയോ കഴിക്കാവുന്നതാണ്. ഇത് പൊതുവെ സുരക്ഷിതമാണെങ്കിലും ചില കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. കുട്ടികൾക്ക് നൽകുമ്പോൾ ശ്വാസതടസ്സം ഉണ്ടാകാത്ത വിധം നന്നായി കുതിർത്ത് മാത്രം നൽകുക. ധാരാളം വെള്ളം കുടിക്കുന്നു എന്ന് ഉറപ്പാക്കുക. കാരണം ഇതിൽ ഫൈബർ കൂടുതലായതുകൊണ്ട് നിർജ്ജലീകരണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതുപോലെയുള്ള ഹെൽത്ത് ടിപ്സിനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.